ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് രാഷ്ട്രീയം കുറച്ചും കൂടി ശ്രദ്ധിക്കാറുണ്ട്. മുൻപ് ഭരണപക്ഷത്തിരുന്നവരും പ്രതിപക്ഷത്തിരുന്നവരും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ ഒരു ആരോപണം പറയുമ്പോൾ അതിന് മറുപടി പറയുന്നതൊക്കെ കുറച്ചും കൂടി കൗതുകത്തോടെ കേട്ടിരിക്കാറുണ്ട്. എന്തുമാത്രം എക്സ്പ്ലനേഷനാണ് അവർ ഓരോ കാര്യങ്ങൾക്കും നൽകുന്നതെന്നും അതിനെ തിരിച്ച് മറുപടി കൊടുക്കുന്നതൊക്കെ വളരെ കൗതുകമാണ്. ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങൾ നൽകുക, ഇങ്ങനെ വളരെ കൗതുകകരമായ രാഷ്ട്രീയം നമുക്കുണ്ട്. പക്ഷേ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ ഒരിക്കലും നൽകാത്ത ഒരാളാരെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ്. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ഒരു കൊട്ടേഷൻ സംഘം എന്ന് പ്ലാൻ ചെയ്യുകയാണ്. എങ്ങനെ ഇവരെ കൊടുക്കാം? അങ്ങനെ കൊടുക്കാനായിട്ട് ആരോപണങ്ങൾ ചമഞ്ഞ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വചനം പറയുന്നത് അവൻ പിൻവാങ്ങി. അവനൊരു വാർത്താ സമ്മേളനം വിളിച്ചില്ല, അവൻ പിൻവാങ്ങി, അവരിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല, ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. സ്നാപയോഹനനെ കൊല്ലുന്ന സമയത്തും യേശു ഇതുപോലെ വിഡ്രോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് സെക്കൻഡ് ടൈമാണ്. യേശു ഒരു കാര്യം നന്നായിട്ടറിയാം, ചില ആരോപണങ്ങളൊക്കെ ഉത്തരം കൊടുക്കാൻ അർഹിക്കുന്നില്ല. എല്ലായിടത്തും നെഞ്ചും പിരിച്ച് ഫ്രണ്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നീതിക്ക് വേണ്ടി, ശരിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പോരാടിയ ഒരാൾ അത് ക്രിസ്തു തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിലും അവൻ്റെ ശരികൾ സ്ഥാപിക്കാൻ അവൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചില്ല. അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ അവൻ ആരോടും എക്സ്പ്ലനേഷൻ പറഞ്ഞില്ല. അവൻ്റെ നന്മയെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ചിലയിടങ്ങളിലൊക്കെ പിൻവാങ്ങി. ക്രിസ്തുവിന് വളരെ നന്നായിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ പിൻവാങ്ങൽ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇതല്ല ആ സമയം. ചില സമയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. അതുകൊണ്ട് അവൻ പിൻവാങ്ങി. പുലി പതുങ്ങുന്നത് ഭയന്നിട്ടല്ലല്ലോ, കുതിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ പതുങ്ങിയതൊക്കെ കൂടുതൽ കുതിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും മുമ്പിൽ നിന്ന് ഉത്തരം കൊടുക്കാനും ശരികൾ പറയാനും ക്രിസ്തു തന്നില്ല. എനിക്ക് തോന്നുന്നു ചിലയിടങ്ങളൊക്കെ നമ്മളും ക്രിസ്തുവിനെ പോലെ നമ്മുടെ ശരികൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഇടങ്ങളുണ്ടാകും. നമ്മുടെ നന്മകളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇടങ്ങളുണ്ടാകും. നമ്മുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന ചിലയിടങ്ങളുണ്ടാകും. എല്ലായിടവും ഉത്തരം അറിയിക്കുന്നില്ല. എല്ലായിടങ്ങളിലും മുമ്പ് നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലായിടങ്ങളും നമ്മൾ ശരിയാണെന്ന് കാണിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കേണ്ട ആവശ്യമില്ല. ചിലയിടങ്ങളൊക്കെ പിന്മാറേണ്ട സ്ഥലങ്ങളാണ്. ചില പിന്മാറുന്ന ഇടങ്ങളിലൊക്കെ തോൽക്കാനുള്ള സൂചനയല്ല, അത് ജയിക്കാനുള്ള സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പിൻവാങ്ങൽ ഒരു തോൽവിയുടെ സൂചനയല്ല എന്ന് പഠിപ്പിച്ച ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ചിലയിടങ്ങളൊക്കെ മൗനം പാലിക്കണം, ചിലയിടങ്ങളൊക്കെ പിൻവലിയണം. അങ്ങനെ മുൻപിൽ നിൽക്കാത്ത ഇടങ്ങളും സ്വരമുയർത്താത്ത ഇടങ്ങളും തോൽവിയുടെ സൂചനയല്ലെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.